എന്റെ സമ്പാദ്യങ്ങളൊക്കെ രാധികയ്ക്കും വരണുള്ളതാ. ആ സമ്പത്ത് കണിമംഗലത്തെ ഇന്നത്തെ പ്രശ്നങ്ങൾ മറികടക്കാനുള്ളത് ഉണ്ടാകുമെന്നാ ഞാൻ കരുതുന്നത്. കൈയിൽ കിട്ടിയ കാശും പിടിച്ച് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല. നമുക്ക് ലോകം കാണണ്ടേ? ഈ ലോകത്തുള്ളവർ മുഴുവൻ നമ്മളെ കാണുമ്പോ ഓടിക്കൂടണ്ടേ മുത്തശ്ശി? ആരാധനയോടെ തൊടണ്ടേ? നമുക്കൊന്ന് നോക്കാം. അച്ഛാ, എങ്ങനെയെങ്കിലും വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കണം. കണിമംഗലം ഗ്രൂപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ വളരെ വൈകി മാത്രമേ ആൾക്കാർ തിരിച്ചറിയൂ. പക്ഷെ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ജപ്തി നോട്ടീസ് വന്നാൽ അത് കാട്ടുതീ പോലെ പടരും. ഞാനും അതിനുള്ള വഴി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും കാര്യങ്ങൾ എളുപ്പമല്ല സൂര്യ. നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടികൾക്കൊപ്പം തന്നെയാ വീടും പണയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ആ കൂട്ടത്തിൽ നിന്ന് വീട് മാത്രമായിട്ട്. അച്ഛാ, ഇതെല്ലാം എന്നെ കൊണ്ട് സംഭവിച്ചല്ലേ? സ്വയം കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ട് നമ്മളിപ്പോ നിൽക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനെ ശ്രമിക്കണ്ട. ഇനി മുന്നോട്ടുള്ള ഏത് തീരുമാനവും കൂട്ടമായിട്ട് മതി. എന്തായി പരമേശ്വര? കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു ഉത്തരമായില്ല അമ്മേ. എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ നമ്മളിവിടുന്ന് ഇറങ്ങേണ്ടി വന്നാൽ പോലും അതിശയിക്കാനില്ല. എന്താ പരമേശ്വരട്ടെ ഈ പറയുന്നേ? നമ്മൾ എങ്ങോട്ട് പോവാനാ? ഈ ചുറ്റുപാടുള്ളവരുടെ മുഖത്ത് പിന്നെ നമുക്ക് നോക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യമേ? ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പരാജയപ്പെട്ടാനുള്ള കാര്യം അച്ഛൻ പറയുന്നേ. എന്താ എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കുന്നേ? കുടുംബകാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയായിരുന്നോ? അല്ല, എന്റെ വരവ് അത് അസ്ഥാനത്തായോ? ഏയ്, ശ്യാമയ്ക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. ഇരിക്കൂ. ഇവിടുത്തെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. വീഴ്ചകൾ ആർക്കും പറ്റാം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ദൈവത്തിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നടക്കുന്നതേ ഉള്ളൂ, അല്ലേ അമ്മേ? കാര്യങ്ങളെല്ലാം ശ്യാമ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ.
ഒരുപക്ഷെ താമസിയാതെ ഈ വീട് ജപ്തി ചെയ്യും. അതിനെക്കുറിച്ചാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അച്ഛൻ ബിസിനസ് നോക്കി നടത്തിയിരുന്നപ്പോൾ എല്ലാം ഭദ്രമായിരുന്നു മാഡം. പകരം ചുമതല ഞാൻ ഏറ്റെടുത്തപ്പോൾ എല്ലാം കൈവിട്ടു പോയി. എല്ലാം കൈവിട്ടു പോയിന്ന് ആരാ പറഞ്ഞേ? ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. എന്റെ സമ്പാദ്യങ്ങളൊക്കെ രാധികയ്ക്കും വരണുള്ളതാ. ആ സമ്പത്ത് കണിമംഗലത്തെ ഇന്നത്തെ പ്രശ്നങ്ങൾ മറികടക്കാനുള്ളത് ഉണ്ടാകുമെന്നാ ഞാൻ കരുതുന്നത്. ഞാനത് വരുണ്ടേ രാധികയുടെയും പേരിൽ എഴുതി തന്ന നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്യാലോ. ഏയ് അതൊന്നും വേണ്ട ശ്യാമേ. വേണ്ട. അത് പിന്നെ ഞാൻ ഈ പണമൊക്കെ കയ്യിൽ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഉറുമ്പ് അരിമണി കൂട്ടിവെക്കുന്ന പോലെ ഓരോ രൂപ കൂട്ടിവെക്കുമ്പോഴും ഞാൻ മനസ്സിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. അതെന്റെ മോളുടെ സന്തോഷത്തിനും അവളുടെ ഭാവി ജീവിതത്തിനും വേണ്ടി ഉള്ളതാണെന്ന്. ഇപ്പോ ആ പണത്തിനൊരാവശ്യം വന്നു. അതെനിക്ക് ചെയ്യാനും സാധിക്കുന്നു. മാഡം, എന്നാലും വരുൺ എന്നെ ഒരു അന്യായിട്ടാണോ കാണുന്നത്? ഞാനും ഈ കുടുംബത്തിലെ അംഗമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോ എല്ലാ കുടുംബാംഗങ്ങളും ഒരുപോലെ സഹകരിക്കണമല്ലോ. എന്റെ മോൾ എവിടെയാ? ഇവിടത്തെ മോളാ. അവൾക്ക് വേണ്ടി കരുതി വെച്ച പണം, അത് ഈ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അവളുടെയും എന്റെയും ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.